ഒരുപാട് സമയത്തിന് ശേഷമാണ് ഇതുപോലെ ഒന്ന് അന്തസ്സായിട്ട് നിൽക്കാൻ കഴിയുന്നത്. ഫുള്ളി മരവിച്ചിട്ടുണ്ട് തണുത്തിട്ട്. ഞാൻ ചെക്ക് ചെയ്ത് ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഇനി ഭാവിയിൽ എന്തെങ്കിലും ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പം അതിൻ്റെ എഫക്റ്റുകൾ ഓരോന്ന് പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടാണ് ഡെക്കാത്തലോണെന്ന് വാങ്ങിക്കും. പക്ഷേ ഇന്ത്യയിലെ താഴോട്ട് പോയിട്ട് വാട്ടർഫോളെ കാണിച്ചു തരാം ഇവിടെ. ഹലോ മൈ ഗൈസ്, പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഒരു ഓഫ് റോഡൊക്കെ കഴിഞ്ഞിങ്ങനെ വരികയാണ്. ഏകദേശം നമ്മളെ കൂർഗിലോട്ടുള്ളത്. അപ്പോൾ കൂർഗിലത്തെ 2ാമത്തെ വീഡിയോ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോക്കകത്ത് കൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മളൊരു 1-2 സ്പോട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിലെ ഒരു സ്പോട്ട് മലല്ലി വാട്ടർഫാൾ എന്ന് പറയും. മറ്റേത് ഒരു ഡാമാട്ടോ, ഒരു റിസർവയർ, ഒരു റൗണ്ട് ഷേപ്പിലുള്ളൊരു റിസർവയർ. അപ്പോൾ ഈ ഒരു 2 സ്പോട്ടിലാണ്. ഇപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു 2 സ്ഥലം കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് എൻ്റെ പ്ലാനിലുള്ളത്. ക്ലൈമറ്റ് എല്ലാം സെറ്റായിട്ട് ഈ ഒരു മഴത്ത് വരാൻ പറ്റിയ കിഡിലും ക്ലൈമറ്റാണ്. നോക്കിക്കേ, പറ്റിയ ക്ലൈമറ്റ് എന്ന് അറിയില്ല, പക്ഷെ അടിപൊളി ക്ലൈമറ്റാണ്. പറ്റുമോ ഇല്ല എന്നുള്ളത് നിങ്ങളെ ചോയ്സ്. കാരണം പലർക്കും പല സിറ്റുവേഷനാണല്ലോ. മാസ്ക് നനഞ്ഞ കാരണം ശബ്ദത്തിൽ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര മഴ ആയത് കാരണം വീഡിയോ ഒക്കെ കുറവായിരിക്കും. അതായത് ഷോട്ടുകളൊക്കെ കുറവായിരിക്കും. ചെറിയ രീതിക്കായിരിക്കും വീഡിയോ നിങ്ങളിലോട്ട് എത്തുന്നത്. അപ്പം ഈ ഒരു വാട്ടർഫാള്, അതുപോലെ ഈ ഒരു ഡാമൊന്നും, ഈ ഒരു ഡാം എന്തായാലും മിസ് ചെയ്യരുത് ഞാൻ പറയും. ഇതൊരു ഡിഫറെൻറ്റ് ഡാമാണ്. മലല്ലി വാട്ടർഫാളും ഡാമിൻ്റെ പേര് ചിക്കോയറോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞിട്ടൊരു റിസർവയർ. ഒരു അടിപൊളി ഡാമായിട്ട് എനിക്ക് തോന്നി കണ്ടപ്പോൾ. അപ്പോൾ ആ 2 സ്പോട്ടിലോട്ടാണ് പോകുന്നത്. ഇന്നത്തെ എത്തിപ്പിടിക്കാൻ പറ്റുമോ എന്നറിയില്ല രണ്ടും കൂടെ. അപ്പോൾ എന്തായാലും ആ 2 സ്പോട്ടിലോട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. പിന്നെ മഴ അത് കാരണം വീഡിയോ എടുക്കുന്നതൊക്കെ വളരെ പരിമിതമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം അതെല്ലാം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആദ്യം പോകുന്നത് വാട്ടർഫാളാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകും. ഭയങ്കരമായിട്ട് മഴ കൂടിയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് വയ്യെ കാണാം കേട്ടോ. ഞാൻ എന്തായാലും വണ്ടി ഇവിടെ ഇറക്കിയിട്ടുണ്ട്, പോകാൻ വേണ്ടി പോവാണ്. ഗായ്സ് നോക്കിക്കേ, ഒരുപാട് സമയത്തിന് ശേഷമാണ് ഇതുപോലെ ഒന്ന് അന്തസ്സായിട്ട് നിൽക്കാൻ കഴിയുന്നത്. കാരണം ഫുള്ളി മഴ, തണുപ്പ്, കൈയൊക്കെ നോക്കിക്കേ ഫുള്ളി മരവിച്ചിട്ടുണ്ട് തണുത്തിട്ട്. എന്തെല്ലോ അവസ്ഥ ആയിട്ടുണ്ട്. എന്തോ ഭാഗ്യമുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് വീഡിയോ കട്ട് ചെയ്ത് നോക്കിയാണ്. നമ്മളെ മൈക്കായാലും മൈക്കിൻ്റെ മറ്റേ സാധനം ഉണ്ടല്ലോ, അഡാപ്റ്റർ ആയിരുന്നാലും മൊത്തത്തിൽ നനഞ്ഞ് പേട്ടിയായി കിടക്കുമായിരുന്നു. എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. അതായത് നമ്മളെങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുവന്നാലും നനയാനുള്ള നനയും. അതിപ്പോൾ ഫോണായാലും എന്താ പറയുക, ക്യാമറ പിന്നെ എനിക്ക് അത്രയ്ക്ക് പേടില്ല. എനിക്ക് ഫോണിൻ്റെ കാര്യത്തിലാണ് കുറച്ചുകൂടി പേടി. കാരണം ക്യാമറ ഞാൻ ഇത്രയും കാലം നനച്ചിട്ടും എനിക്ക് ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. പിന്നെ മൈക്ക് അഡാപ്റ്ററൊക്കെ ഞാൻ ആദ്യമായിട്ടല്ലേ, അതായത് ഇതിൻ്റെ ഫസ്റ്റ് മൈക്ക് അഡാപ്റ്റർ അല്ലേ, അങ്ങനെ ഇതിലൊന്നും പ്രശ്നം. ഈ മൈക്ക് അഡാപ്റ്ററൊക്കെ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മൈക്ക് കുത്തുന്ന ഹോളിൽ ഫുള്ള് വെള്ളമാണ്. എന്നിട്ട് അതൊക്കെ ഞാൻ വലിച്ചെടുത്ത് കുടഞ്ഞാണ്ടൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ചെക്ക് ചെയ്ത് ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഇനി ഭാവിയിൽ എന്തെങ്കിലും ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പം അതിൻ്റെ എഫക്റ്റുകൾ ഓരോന്ന് പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്നറിയില്ല. എന്തായാലും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടൊക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ മലാലി ഫാൾസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡുകൾ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള റോഡുകളാണ്. ഇപ്പോൾ ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്ന രീതിക്കുള്ള ഒരു റോഡുകളാണ്. ചെറിയ റോഡ്, ചില സ്ഥലത്തുമ്പോൾ ഭയങ്കര മോശം, ചില സ്ഥലങ്ങളിൽ 1-2 കിലോമീറ്റർ നല്ല റോഡ്, അങ്ങനെ ആ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റൂട്ടാട്ടോ, കിടിലൻ റൂട്ടും കിടിലൻ ക്ലൈമറ്റും. ഇപ്പോൾ സമയം നട്ടുവെച്ച 1:30 ആ ഒരു സമയമാണ്. എന്തായാലും 2 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടുത്തെ ക്ലൈമറ്റ് നോക്കിക്കേ. എനിക്ക് ശരിക്കും ഞാൻ എന്താ പറയുക, ഓൾറെഡി ഒരു ഫൈസ് സ്ലീവ്, അതുപോലെ ഒരു എന്താ പറയുക ജാക്കറ്റ് പോലുള്ള സംഭവം, നല്ല കട്ടിയുള്ളൊരു സാധനം, അതുപോലെ അതിൻ്റെ മേലെ ഈ ഒരു സാധനം, റെയിൻ കോട്ട്. എന്നിട്ട് പോലും എനിക്ക് ഭയങ്കര തണുപ്പ്. എൻ്റെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് അവസ്ഥ, ഭയങ്കര തണുപ്പ് ക്ലൈമറ്റ്. ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ഇട്ടിട്ട് കുറവായി. നമ്മൾ വാഗമൺ പോയപ്പോഴും നമ്മൾ മഴ കൊണ്ടാണ്ട് தெரியாது. മലാലി ഫാൾസ് ആണ്. വേറെയും ഒരു ടീമും ഇതുപോലെ ചോദിച്ചിന് സുറബി ഫാൾസ് അറിയുമോയെന്ന് ചോദിച്ചിട്ട്. ഞാൻ മലാലി ഫാൾസ് എന്ന് പറയുന്ന ഫാൾസ് മാപ്പിട്ട് പോവാണ് ഇങ്ങോട്ട്. ഇപ്പോഴാട്ടോ ഒന്ന് ഉലർന്നത്, അതായത് മഴയൊക്കെ ഒന്ന് നിന്ന് ഒരു വെളിച്ചമൊക്കെ വന്നത് ഇപ്പോഴാണ്. ഇതുവരെ ഫുൾ സീന് മഴ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലെത്തിയതുകൊണ്ടാണോ മഴ കുറഞ്ഞതെന്നറിയില്ല. നമ്മളിതുവരെ നല്ല ഹൈറ്റുള്ള ഏരിയയിലേനി, അതുപോലെ നല്ലൊരു ഹിൽ ആ ഒരു ടൈപ്പ് ഏരിയയിലേനി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇപ്പോഴും ഒരു കാട് മല ആ ഒരു ഏരിയയിലൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ നേരത്തെ പോയെന്ന് മാറി, ആ ഒരു സ്പോട്ടിൽ നിന്ന് മാറിയത് കൊണ്ടാണോ മഴ പോയെന്നറിയില്ല. തണുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മഴ ഇപ്പോൾ കുറവുണ്ട്. മഴയില്ല, അതായത് ഒരു തുള്ളി പോലും മഴ വരുന്നില്ല. പക്ഷേ
ആ ഒരു തണുപ്പ് പോയിട്ടില്ല ഗൈസ്. മഴ കൊണ്ടതിൻ്റെതാണോ എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ കോട്ട് ഇതൊക്കെ അയച്ചാലേ അറിയല്ലോ ഉള്ളിൽ നഞ്ഞണോന്ന്. ഉള്ളിൽ നഞ്ഞണമെങ്കിൽ അതിൻ്റെ തണുപ്പാവും. കാലൊക്കെ നഞ്ഞാണ് സീന്. ഇതുപോലൊരു കല്ല് റോഡിൻ്റെ നടുവുണ്ടേന് കേട്ടോ. അതുപോലെ ഇന്ന് രാവിലെ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഓഫ് റോഡ് പോയില്ലേ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ, അപ്പോൾ അവിടേക്ക് പോകുന്ന സമയത്ത് റൂട്ടിലൊരു KSRTC എല്ലാം ഇടിച്ച് കിടക്കുന്നുണ്ട്. വളച്ചിട്ട് മാറി അതിന് കോടന്നിട്ട് കാണാത്തതാണോ എന്താണെന്നറിയില്ല. അതായത് കണ്ടു കഴിഞ്ഞാൽ വളച്ചത് മാറിയാണ്ട് വളയാതെ അപ്പുറത്തെ മതിലുമ്പോൾ പോയിടിച്ച മാറിയുണ്ട് സംഭവം. സ്റ്റാറിങ്ങൊക്കെ ഫുള്ള് വളഞ്ഞേ കിടക്കുകയാണ്. ഇനി ബ്രേക്ക് കിട്ടാത്തതാണോ ഒരു ഐഡിയ ഇല്ല. അവിടെ പോലീസുകാർ എന്നിട്ട് ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ട്. അതായത് വൺ വേ ആക്കിയിട്ട് ഇങ്ങനെ കുറച്ച് പേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് വിടും, അവിടെ നിന്ന് ഇങ്ങോട്ട് വിടും. ആ ഒരു സെറ്റപ്പിൽ ഇന്നലെ രാത്രി തന്നെ എനിക്ക് ട്രിപ്പ് അത്രയും മുതലായി തോന്നിയിട്ടുണ്ട്. കാരണം ആ ഒരു വഴിയെല്ലാം കുറേ മുമ്പ് ഊട്ടി പോയപ്പോൾ ഫീലായിട്ടുണ്ടായിരുന്നു. ഊട്ടിക്ക് ഞാൻ പോകുമ്പോൾ തന്നെ ആ ഒരു റൂട്ട് ഫുള്ള് കോടടിച്ചിട്ട് കാണാത്ത സിറ്റുവേഷൻ, അതായത് റോഡ് കാണാത്ത സിറ്റുവേഷൻ. അതുപോലെ ഇന്നലെ രാത്രി വന്നപ്പോഴും ആ ഒരു ഫോറസ്റ്റ് റൂട്ടിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് മഴ കുറവേനി, ലൈറ്റായിട്ട് മഴ, റൂട്ട് കാണാത്ത രീതിക്ക് ഇങ്ങനെ കോട. അതോടെ ട്രിപ്പ് മുതലായിരുന്നു ഞാൻ വിചാരിച്ച. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ വിഷ്വൽസ് എടുക്കാൻ പറ്റൂല മഴ ചെയ്ത് കഴിഞ്ഞാൽ. എല്ലാതും ഒരുമിച്ച് കിട്ടൂല എന്ന് അറിയില്ലേ. ആ ഒരു സൈഡൊക്കെ വെയിലുണ്ട് കേട്ടോ. അങ്ങോട്ട് നോക്കിക്ക് ആ ഒരു പോർഷനിലൊക്കെ നല്ല വെയിലുണ്ട്. ആ ഒരു മലൻ്റെ അങ്ങോട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. കൊള്ളക്കാര വണ്ടി കൊള്ളക്കാരായിട്ടാണോ നീ അമ്മനെ പേടിയൊക്കെ തോന്നുട്ടോ. ഈ റൂട്ട് അങ്ങനത്തെ റൂട്ടാണ്. കാരണം ഒരു മനുഷ്യന്മാരില്ല. നമ്മളീ ഒരു വണ്ടി മാത്രം ഇങ്ങനെ പോവാം കുറേ നേരമായിട്ട്, ഒരു 10-25 കിലോമീറ്ററോളം ഇങ്ങനെ പോവാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കാറ് വഴി ചോദിച്ച്, അതിൻ്റെ മുന്നൊരു ബൈക്കും വഴി ചോദിച്ച്. അതുപോലെ എപ്പോഴേലും വരും. മൊത്തം 37 കിലോമീറ്റർ നമുക്ക് ഇതുപോലുള്ള റൂട്ട് ഇങ്ങനെ പോകാനായി ഉള്ളിക്കൂടെ. ഇവിടുത്തെ ഏരിയ എങ്ങനെയാണ് അത് എനിക്ക് ഇന്നാൾ വന്നപ്പോഴേ തോന്നിയിനി. ഇന്നാൾ നമ്മൾ കൂർഗ് വന്നപ്പോഴേ, കൂർഗ് എന്ന് പറയുമ്പം ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റു ലൊക്കേഷനിലേക്കൊക്കെ പോകുമ്പം ഫുള്ളി ഇങ്ങനെയുള്ളൊരു ഏരിയ. ഇവിടെ വെയിലുണ്ടല്ലോ, ചെറിയൊരു വെളിച്ചം, അങ്ങനെ ഒരു ഏരിയ ആണ് കൂർഗ്. മഴക്കാലത്ത് ഒരു പ്രാവശ്യം വരണം കേട്ടോ. മഴക്കാലം ആ ഒരു സമയത്ത് എന്തായാലും വരണം. ഞാൻ ഈ രാവിലെ പോയ ഓഫ് റോഡ് മിസ് ചെയ്യരുത്. അതുപോലെ ഇവിടുത്തെ ഇപ്പം പോണ ഫാൾസ് മിസ് ചെയ്യരുത്, മലാലി ഫാൾസ്. അതുപോലെ ഒരു റിസർവോയർ ഉണ്ട്, ഒരു റൗണ്ട് ഷേപ്പ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ആ ഒരു റിസർവോയർ ഈ ഒരു വീടിൻ്റെ ലാസ്റ്റ് വരെ കണ്ടാൽ മനസ്സിലാവും അത് ഏത് റിസർവോയറാണ്. ഒരു പ്രത്യേക ഒരു ടൈപ്പ്, ഒരു ഷേപ്പെല്ലാം വേറൊരു റൗണ്ട് ഷേപ്പിലൊക്കെ ആയിട്ടുള്ളൊരു എന്താ പറയുക റിസർവോയർ, ഡാം. അപ്പോൾ അതൊന്നും മിസ് ചെയ്യരുത്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. നെടുങ്ങൾ കുട്ടവഴി തിരിച്ചു പോയിക്കോളി. കുട്ടവഴി തിരിച്ചു പോകുമ്പം റൂട്ട് അനന്തരമാവും, അതുപോലെ എക്സ്പീരിയൻസും അടിപൊളിയാവും. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് അതൊരു അനന്തരമാണ് കേട്ടോ. നമ്മൾ അന്ന് വന്നപ്പോഴും നമുക്ക് ഏർലി മോർണിംഗ് ഒക്കെ നല്ല തണുപ്പിട്ടുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ശേഷം ചൂടായിരുന്നു. പക്ഷേ ഇപ്പം അന്നതിനെക്കാട്ടിലൊക്കെ എത്രയോ അടിപൊളി തണുപ്പ്. മഴ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. ഇതുപോലെ ജംഗ്ഷൻസ് വരുമ്പോഴാണ് പ്രശ്നം, റൂട്ട് എങ്ങനെ ആവും എന്നുള്ള ഡൗട്ട്. ഇന്നലെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ. അതായത് ഇന്നലെ വരുന്ന സമയത്തൊക്കെ ഫുള്ള് ക്രൗഡായിരുന്നു. അതായത് ഇരുട്ടിൻ്റെ ഒക്കെ മുന്നേ നമ്മളെ തലശ്ശേരി, മാഹി അവിടെയൊക്കെ എത്തിയപ്പം ആ ഒരു ഏരിയ ഒക്കെ ഭയങ്കര ക്രൗഡായ ഒരു സംഭവം. അപ്പോൾ അവിടുന്ന് ഞാൻ കുറേ ആഗ്രഹിച്ചു, എനിക്ക് മനസ്സിൽ വിചാരിച്ചു പോയിനി ഇങ്ങനെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം ഒന്ന് പെട്ടെന്ന് എത്തി കിട്ടിയാൽ മതി. ഇനി ഇപ്പം ഇത് അങ്ങനെയുള്ളൊരു സ്പോട്ടിൽ കൂടെ നമ്മൾ പോണേ. കൈ നോക്കിക്കേ, ബ്ലഡ് ആവും നോക്കിക്കേ. നമ്മൾ ബോൾട്ട് റേസറിന് ലൂസ് ഉണ്ട് കേട്ടോ. കട്ടറെല്ലാം ചാടുമ്പോൾ അറിയുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. ഓരോ ഏരിയയിൽ ഓരോ ക്ലൈമറ്റ്. മഴ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഞാൻ ക്യാമറ എടുത്ത് വെക്കോട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി മലാലി ഫാൾസിൻ്റെ ആ ഒരു തൊട്ടടുത്തൊക്കെ എത്തുമ്പോൾ കാണിച്ചു തരാം. അങ്ങനെ ഞാനിവിടെ വണ്ടിയെല്ലാം നിർത്തി ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് പോവാട്ടോ. ഈ ഒരു സമയത്ത് ചാർജ് ഭയങ്കര സീനാട്ടോ. ചാർജിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചാർജില്ല ഫോണിലൊന്നും. വാട്ടർഫാളിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. വാട്ടർഫാൾ ഇത് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് താഴെ നിന്നുള്ളൊരു വ്യൂ ഉണ്ട്. അപ്പോൾ അത് കാണാനാണ് നമ്മൾ കാര്യമായിട്ട് പോകുന്നത്. ഇതിൽ താഴോട്ട് പോയിട്ട് വാട്ടർഫാളെ കാണിച്ചു തരാം. ഇവിടെ നിന്ന് അതുപോലെ എന്താ പറയുക, നമുക്ക് ലൊക്കേഷൻ നോക്കാനും പറ്റുന്നില്ല. ഫോണിൽ ചാർജും ഇല്ല. ഇതിൽ 11, മറ്റേതിൽ 16 അങ്ങനെ കണ്ടുള്ളൂ. അതും ഇവിടെ നിന്ന് കുറച്ച് സമയം കുത്തിയിട്ട് പായതാണ്. ഫോണ് വെള്ളം നഞ്ഞിട്ട് ഫോണിൽ ചാർജ് കയറുന്നില്ല. അത് വേറെ സീൻ, മൊത്തത്തിൽ സീനാണ് കഴിച്ചത്.
അല്ലോ അടപടൽ നനഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം എന്തായാലും കഴിഞ്ഞ ട്രിപ്പ് പോലെ ആയിട്ടുണ്ട് ഏകദേശം. കഴിഞ്ഞ ട്രിപ്പ് ഇതുപോലെ ഇനി മൊത്തം നനഞ്ഞിട്ടുണ്ട്, അതുപോലെ ഏകദേശം ആയിട്ടുണ്ട്. എനിക്കൊന്ന് കുറേ ടൈമിൽ ഇങ്ങനെ നമ്മൾ കുറച്ച് സമയമൊക്കെ നമ്മൾ ഈ സംഭവം ബാഗെല്ലാം കവറിലിട്ടാലും റെയിൻ കോട്ട് ഇട്ടാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പോകും. ഇത് ഡെക്കാത്തലോണിൻ്റെ കോട്ടാണ്. ഞാൻ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടാണ് ഡെക്കാത്തലോണെന്ന് വാങ്ങിച്ചത്. പക്ഷേ ഈ കോട്ട് ഇട്ടിട്ടൊന്നും ഇപ്പോൾ കാര്യമില്ലാത്ത കോട്ടിലായിരുന്നു. നല്ല തണുക്കുണ്ട്, അതായത് എൻ്റെ സംസാരം അങ്ങനെ പോകുന്നത്. പിന്നെ മാസ്ക് നനഞ്ഞതുകൊണ്ട് സൗണ്ട് എനിക്ക് തന്നെ മാറേണ്ട കേൾക്കണം. നിങ്ങൾക്ക് എങ്ങനെ കേൾക്കണമെന്ന് അറിയില്ല. ഇപ്പോൾ താഴെ പോകുന്നു. ഏച്ചപ്പോൾ അത്യാവശ്യം നടന്ന് അടിയിലേക്ക് ഇറങ്ങിയിട്ട് വേണം കാണാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യൂ. താഴെ നിന്നുള്ളൊരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം 1 കിലോമീറ്ററോളം നടക്കാണ്ടെന്ന് പറഞ്ഞത്. ഫുള്ളി കോടാ ഒരു വൈബായിട്ട് നല്ല രസം കിട്ടും ഇവിടെ അത് കാണാൻ വേണ്ടിയിട്ട്. നോക്കിക്കേ ഗായ്സ്, അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ടോ. ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തെത്തി. ഇതുവരെ നമുക്ക് വരാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു വേലിയൊക്കെ കണ്ടില്ലേ, ആ ഒരു വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റില്ല. അങ്ങോട്ട് നോക്കിക്കേ നിങ്ങൾ. ഗായ്സ് നോക്കിക്കേ ആ ഒരു വെള്ളം ചാടുന്ന അവിടുന്ന്. രസാലേ ആ ഒരു ഫോഗി ടൈപ്പ് ഒക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കിട്ടിയത് നമ്മൾ ഈ ഒരു ക്ലൈമറ്റിൽ വന്നോണ്ടാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കലാണ് ഈ ഒരു കുന്നിൻ്റെ മേലെ. രസമുണ്ട് കേട്ടോ, ഭയങ്കര അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഗായ്സ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഡാം. എങ്ങനെയുണ്ട്? ഫോണിൽ 1% ചാർജ് ഉള്ളൂ കേട്ടോ. എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എങ്ങനെയുണ്ട് ഗായ്സ്? അങ്ങനെ ഇന്നലെ നമ്മൾ അവിടെ നിന്ന് എന്താ പറയുക, ആ ഒരു വെള്ളച്ചാട്ടവും ആ ഡാമെല്ലാം കണ്ട് നേരെ ഇപ്പോൾ നിൽക്കണം അമ്മത്തി എന്ന് പറയുന്ന സ്പോട്ട് കേട്ടോ. ആ ഒരു ഡാം കയറുമ്പോൾ കില്ല ഡാമാണ്. എന്തായാലും ഒരു വെറൈറ്റി ഡാം. നമ്മൾ നോർമൽ ഡാം കാണും പോലെയല്ല, ഇത് വെറൈറ്റി ഒരു റൗണ്ട് ഷേപ്പൊക്കെ ആയിട്ടുള്ള. അതുപോലെ ആ ഒരു വാട്ടർഫാളും, ഞാൻ ഇപ്പോൾ ഒരു ടൗണിലല്ല, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ശബ്ദങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ആ റൗണ്ട് ഷേപ്പ് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെയുള്ളൊരു ഡാം കാണുന്നത്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, കൂർഗൊക്കെ വരുന്നവർ ആ ഒരു ലൊക്കേഷൻ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ അതിനിടയിലൊരു ഡാം വ്യൂവും കൂടെ ഒരു ഫ്രീ ആയിട്ട് കിട്ടിട്ടോ പോകുന്ന വഴിക്ക്. അത് ഏത് ഡാമാണ് മറന്നുപോയി, എന്തായാലും പേര് ഞാൻ അവിടെ കൊടുക്കാം. അപ്പോൾ ആ ഒരു ഡാമും എന്താ പറയുക അവിടുത്തെ ഒരു സ്പോട്ടാണ്. അതും പോകാൻ താല്പര്യമുള്ളവർ പോകാം. ഗൈസ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ടൗണിൽ എല്ലാവരും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അതുപോലെ ആ ഒരു വാട്ടർഫാളും ഈ ഒരു മയത്ത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ആ ഒരു വെള്ളമൊക്കെ എന്ന് പറയുമ്പോൾ വരുന്നത് അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ്, ആ ഒരു ഫോഗിയായിട്ടുള്ളത്. എന്തായാലും ആ ഒരു വീഡിയോ പിന്നെ മഴയൊക്കെ ആയ കാരണം ഫോണിൽ ചാർജ് ഇല്ല. ഈ ഫോണാണെങ്കിൽ നനഞ്ഞിട്ട് ചാർജിന് ഇട്ടിട്ട് എന്താ പറയുക ലൈറ്റനിങ്ങിൽ വെള്ളത്തിൻ്റെ എന്തോ ഉണ്ട്, അതുകൊണ്ട് ഡ്രൈ ആവണം, അല്ലാണ്ട് ചാർജ് കയറില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരാം. അപ്പോൾ അങ്ങനെയുള്ള സംഭവമൊക്കെ ആയതുകൊണ്ട് പിന്നെ മൊത്തത്തിൽ ഞാൻ പെട്ടെന്ന് പാക്ക് ചെയ്തെടുത്ത് നേരെ ഇവിടെ വന്ന് കിടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ ആയപ്പോഴാണ് ഫോണിലെല്ലാം ഒന്ന് ചാർജൊക്കെ ആയി ഒന്ന് സെറ്റായത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.